കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് 6th സെമസ്റ്റർ ന്യൂ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ന്യൂ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് റെഫർ ടു റൈറ്റിംഗ്സ് ഫ്രം ഫോർമർ ബ്രിട്ടീഷ് കൊളോണീസ്. പഴയ ബ്രിട്ടീഷ് കോളനികളിൽ നിന്നുള്ള എഴുത്തുകളെയാണ് ന്യൂ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പഴയ ബ്രിട്ടീഷ് കോളനികളിൽ നിന്നുള്ള എഴുത്തുകളെയാണ് ന്യൂ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. The writings could be of those during the colonial or post-colonial phase. ഈ കൃതികൾ കോളനികളിലായിരുന്നപ്പോഴോ പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിലോ എഴുതപ്പെട്ടതാണ്. അതുപോലെ തന്നെ ലോകം മുഴുവൻ ബ്രിട്ടൻ കോളനികൾ ഉണ്ടായിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മലേഷ്യ, സിംഗപ്പൂർ, ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, കരീബിയൻ രാജ്യങ്ങൾ, മൾട്ട, പസഫിക് ദ്വീപുകൾ മുതലായവ. ഇംഗ്ലീഷ് ഒരു ഭാഷയായും വിദ്യാഭ്യാസത്തിൻ്റെ മീഡിയമായും ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഉപയോഗിച്ചു. ഇംഗ്ലീഷ് വരുന്നതിന് മുമ്പ് ഓരോ രാജ്യത്തിനും അതിൻ്റേതായ സംസ്കാരവും ഭാഷാരീതികളും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൻ്റെ വരവ് ഈ സംസ്കാരങ്ങളെല്ലാം തന്നെ മോശമായി ബാധിച്ചു. ദെൻ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും കാര്യമായിട്ടില്ല. സെക്കൻഡ് മൊഡ്യൂളിൽ തൊട്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.